ഹലോ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും LSSന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ലെസണായ ബിയോണ്ട് ഫിയർ എന്ന ലെസണിലെ കുറച്ചധികം വൊക്കാബുലറീസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫസ്റ്റ് ലെസൺ ബിയോണ്ട് ഫിയർ ആണ്. അതിൻ്റെ അകത്ത് ഒരുപാട് പുതിയ പുതിയ വാക്കുകളും പുതിയ പുതിയ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ LSS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തെ വേർഡ് മീനിങ്സുകളും അർത്ഥങ്ങൾ അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് എല്ലാ വാക്കുകളുടെ അർത്ഥങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓരോരോ വാക്കുകളുടെ അർത്ഥങ്ങൾ നമുക്ക് ഇന്ന് പഠിച്ചു തുടങ്ങാം. നമ്മൾ ഇന്ന് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളൊരു നോട്ട്ബുക്കിലോട്ട് എഴുതി വൃത്തിയായിട്ട് പഠിക്കണം. അപ്പം നമ്മൾക്ക് തുടങ്ങാം. എല്ലാവരും ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ വാക്കാണ് അഡ്മിറ്റ്. അപ്പോൾ ഒന്നാമത്തെ വാക്ക് ഏതാണ് മക്കളെ? അഡ്മിറ്റ്. അഡ്മിറ്റ് എന്ന് പറഞ്ഞാൽ ടു എഗ്രി, സമ്മതിക്കുക. അപ്പോൾ അഡ്മിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു എഗ്രി, സമ്മതിക്കുക. ഒന്നാമത്തെ വാക്ക്. രണ്ടാമത്തെ വാക്ക് അവാർഡ്. നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന കാര്യമല്ലേ അവാർഡ്? അവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് അല്ലെങ്കിൽ പുരസ്കാരം. അപ്പോൾ എന്താണ് അവാർഡിൻ്റെ മീനിങ്? എന്താണ്? പ്രൈസ്, മലയാളത്തിൽ പറഞ്ഞാൽ പുരസ്കാരം. അപ്പോൾ ഒന്നാമത്തെ വാക്കാണ് അഡ്മിറ്റ്. അഡ്മിറ്റിൻ്റെ വേർഡ് മീനിങ് എന്താണ്? പറഞ്ഞ് എല്ലാവരും ഒപ്പം പറഞ്ഞേ. അഡ്മിറ്റ്, ടു എഗ്രി. അതിൻ്റെ മലയാള മീനിങ് എന്താണ്? സമ്മതിക്കുക. രണ്ടാമത്തെ വാക്കാണ് അവാർഡ്. അവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചറിൻ്റെ ഒപ്പം നിങ്ങൾ പറയാൻ ശ്രമിച്ചേ. പ്രൈസ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുരസ്കാരം. ഇനി മൂന്നാമത്തെ വാക്കാണ് ബാക്ക്യാർഡ്. നമ്മൾ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണത്. എന്താണ് ബാക്ക്യാർഡ് എന്ന് പറഞ്ഞാൽ? ഏരിയ ബിഹൈൻഡ് എ ഹൗസ്. അതായത് ഒരു വീടിൻ്റെ പിന്നിലത്തെ മുറ്റം. പിന്നിലത്തെ മുറ്റം എന്താണേലും അതിന് പറയുന്ന വാക്കാണ് ബാക്ക്യാർഡ്. എന്താണ്? ബാക്ക്യാർഡ്. മക്കളെ അതിൻ്റെ ഒപ്പം ഉറപ്പൊക്കെ പറ. ബാക്ക്യാർഡ്. ബാക്ക്യാർഡിൻ്റെ അർത്ഥം എന്താണ്? ഏരിയ ബിഹൈൻഡ് എ ഹൗസ്. അടുത്ത വാക്കാണ് ബ്രേവറി. നമുക്ക് എല്ലാവർക്കും ഈ ഒരു വാക്ക് നമ്മളെല്ലാവരും ധൈര്യശാലികളാണ്. അപ്പം ധൈര്യം എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് ബ്രേവറി. അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണ്? കറേജ്. അപ്പൊ ബ്രേവറിയുടെ മീനിങ് എന്താ മക്കളെ? കറേജ്. കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധൈര്യം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്തത് കാം. ഈ വാക്ക് എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? CALM. കാം എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? കാം. കാം എന്ന് പറഞ്ഞാൽ പീസ്ഫുൾ, എന്നാൽ ശാന്തമായ. അപ്പം എന്താണ് കാം? കാമിൻ്റെ അർത്ഥം എന്താ മക്കളെ? പീസ്ഫുൾ. പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ ശാന്തമായ. അപ്പം നമുക്ക് ഒന്നും കൂടി വാക്കുകളൊക്കെ നോക്കാം. ടീച്ചറിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ പറയാൻ ശ്രമിക്കണം. ഒന്നാമത്തെ വാക്ക് അഡ്മിറ്റ്. അഡ്മിറ്റ്, ടു എഗ്രി. അതിൻ്റെ അർത്ഥം സമ്മതിക്കുക. അടുത്ത വാക്ക് അവാർഡ്. അവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ്, പുരസ്കാരം. അടുത്ത വാക്ക് ബാക്ക്യാർഡ്. ബാക്ക്യാർഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഏരിയ ബിഹൈൻഡ് എ ഹൗസ്. എന്താണ്? ഏരിയ ബിഹൈൻഡ് എ ഹൗസ്. അതിൻ്റെ അർത്ഥമാണ് പിന്നിലെ മുറ്റം. അടുത്ത വാക്കാണ് ബ്രേവറി. ബ്രേവറി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കറേജ്. എന്താണ്? കറേജ്. കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം. അടുത്ത വാക്ക് കാം. കാം എന്ന് പറഞ്ഞാൽ എന്താണ്? പീസ്ഫുൾ, ശാന്തമായ. അപ്പം നമ്മൾ ഇന്ന് എത്ര വാക്ക് പഠിച്ചു? 5 വാക്ക്. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തേ. വാക്കുകൾ ഒന്നും കൂടി പറയാം. അഡ്മിറ്റ്, ടു എഗ്രി, അവാർഡ്, പ്രൈസ്, ബാക്ക്യാർഡ്, ഏരിയ ബിഹൈൻഡ് എ ഹൗസ്. അടുത്ത എന്താണ്? ബ്രേവറി. ബ്രേവറി മീൻസ് കറേജ്. അടുത്ത വാക്ക് കാം. കാം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പീസ്ഫുൾ. ഓക്കെ, അപ്പം നമ്മൾ ഈ 5 വാക്കിൻ്റെ ഇംഗ്ലീഷിലുള്ള മീനിങ്ങും മലയാളത്തിലുള്ള മീനിങ്ങും പഠിച്ചു. ഓക്കെ, നമുക്കിനി കുറച്ച് കൂടുതൽ വാക്കുകൾ കൂടി നോക്കാം. അടുത്ത വാക്കാണ്, ഒന്നാമത്തെ വാക്കാണ് കുക്കീസ്. നിങ്ങൾ എല്ലാവരും കാർട്ടൂണൊക്കെ കാണുന്നതല്ലേ? കാർട്ടൂണിൻ്റെ അകത്ത് പറയത്തില്ലേ കുക്കീസ് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട്. കുക്കീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വീറ്റ് സ്നാക്സ്, അതായത് ബിസ്ക്കറ്റ് അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ കുക്കീസ്? നമ്മൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴും സ്നാക്സിനൊക്കെ കൊണ്ടുപോകുന്ന സാധനമാണ് എന്ത്? കുക്കീസ്. അപ്പോൾ കുക്കീസിൻ്റെ മലയാളം എന്താണ്? ബിസ്ക്കറ്റ്. കുക്കീസിൻ്റെ വേറൊരു മീനിങ് ഇംഗ്ലീഷിൽ തന്നെ പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? സ്വീറ്റ് സ്നാക്സ്. ഓക്കെ, അപ്പം കുക്കീസ്, സ്വീറ്റ് സ്നാക്സ്.
അടുത്ത വാക്കാണ് എമർജൻസി അല്ലേ? എമർജൻസി. നിങ്ങൾ ഇപ്പോൾ പതുക്കെ ഇംഗ്ലീഷൊക്കെ വായിക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങി. അപ്പം നിങ്ങൾ പല സ്ഥലങ്ങളിലും ഈ എമർജൻസി എന്ന് പറഞ്ഞ വാക്ക് കണ്ടിട്ടുണ്ട് ഇല്ലേ? അത് എമർജൻസി എന്നുള്ളത് നമ്മൾ ഇങ്ങനെ റെഡിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അർജന്റ് സിറ്റുവേഷൻ. എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അർജന്റ് സിറ്റുവേഷൻ, അതായത് അടിയന്തിരാവസ്ഥ. അതായത് പെട്ടെന്നുണ്ടാവും, നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു, നമുക്ക് എമർജൻസി ആണെന്ന് നമ്മൾ പറയത്തില്ലേ? അതാണ് എന്ത്? അടിയന്തരാവസ്ഥ, അതായത് അർജന്റ് സിറ്റുവേഷൻ. അപ്പൊ നമ്മളിപ്പോ പഠിച്ച വാക്ക് ഏതാണ്? എമർജൻസി. എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ടീച്ചറിന്റെ ഒപ്പം പറ. അർജന്റ് സിറ്റുവേഷൻ. അടുത്ത വാക്കാണ് കൺസോൾ. കൺസോൾ എങ്ങനെയാണ്? കൺസോൾ. കൺസോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കംഫോർട്ട്, അതായത് ആശ്വസിപ്പിക്കുക. അപ്പൊ നമ്മൾ ഈ വാക്ക് ഏതാണ്? കംഫോർട്ട്. എന്താണ്? കംഫോർട്ട്. കംഫോർട്ടിന്റെ മീനിങ് ആണ് കൺസോൾ, അതായത് തിരിച്ചും മറിച്ചും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയാൻ പഠിക്കണം. കൺസോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കംഫോർട്ട്, അതായത് മീനിങ് എന്താണ്? ആശ്വസിപ്പിക്കുക. ഒപ്പം പറഞ്ഞേ, കൺസോൾ ടു കംഫോർട്ട്, അതായത് മലയാളം മീനിങ് ആശ്വസിപ്പിക്കുക. എല്ലാവരും ഒപ്പം പറയാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം നമുക്ക് വാക്കുകൾ ഉച്ചരിക്കാനും പഠിക്കും, അർത്ഥങ്ങളും പഠിക്കാൻ പറ്റും. അടുത്ത വാക്കാണ് ബെഗ്. ബെഗ്. ബെഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ചോദിക്കത്തില്ലേ? അപ്പം എന്താ? നമ്മളിങ്ങനെ യാചിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കത്തില്ലേ? പ്ലീസ് പ്ലീസ് നമ്മൾ പറയത്തില്ലേ? അപ്പം ബെഗ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? യാചിക്കുക. ആസ്ക് ഹംബ്ലി. നമ്മൾ ഭയങ്കര പൊളൈറ്റ് ആയിട്ട്, അതായത് നമ്മൾ ചോദിക്കത്തില്ലേ? പ്ലീസ് അമ്മേ എനിക്കത് തരുമോ എന്നൊക്കെ ചോദിക്കത്തില്ലേ? അതാണ് നമ്മൾ പറയണ വാക്കാണ് ബെഗ്. ബെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ആസ്ക് ഹംബ്ലി, നമ്മൾ യാചിക്കുക. മനസ്സിലായോ ഈ വാക്ക് എങ്ങനെ ഉച്ചരിക്കുന്നേ? ബെഗ്. ബെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ആസ്ക് ഹംബ്ലി. ഒരു പുതിയൊരു വാക്കാണ് ഇത്. എന്താണ്? ടു ആസ്ക് ഹംബ്ലി, അതായത് യാചിക്കുക. അടുത്ത വാക്കാണ് അഡ്രസ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മളോട് സ്കൂളിൽ ടീച്ചർമാർ ചോദിക്കത്തില്ലേ? നിങ്ങളുടെ അഡ്രസ്സ് എവിടാ? നിങ്ങളുടെ വീട് എവിടാ? നിങ്ങളുടെ സ്കൂൾ എവിടാ? അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കത്തില്ലേ? അപ്പൊ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിലാസം, അതായത് നമ്മുടെ ലൊക്കേഷൻ. നമ്മളുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ സ്കൂള് ഇതൊക്കെ എവിടാന്ന് നമ്മൾ പറയണമെങ്കിൽ അഡ്രസ്. നമുക്ക് എല്ലാവർക്കും അഡ്രസ്സ് ഉണ്ടല്ലേ? അപ്പൊ അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ലൊക്കേഷൻ, അതായത് വിലാസം. അപ്പൊ നമ്മൾ പിന്നെയും ഒരു 5 വാക്കുകൾ പഠിച്ചു. ഒന്നും കൂടി പറയാം, എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ വായിക്കണം കേട്ടോ. കുക്കീസ്. കുക്കീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വീറ്റ് സ്നാക്ക്, അതായത് ബിസ്ക്കറ്റ്. അടുത്ത വാക്കാണ് എമർജൻസി. എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അർജന്റ് സിറ്റുവേഷൻ. എന്താ മക്കളെ? അർജന്റ് സിറ്റുവേഷൻ. ഇതെങ്ങനെയാ മലയാളത്തിൽ പറയുന്നത്? അടിയന്തിരാവസ്ഥ. എങ്ങനെയാ മക്കളെ? അടിയന്തിരാവസ്ഥ. അടുത്ത വാക്കാണ് കൺസോൾ. എന്താണ്? കൺസോൾ. കൺസോളിന്റെ മീനിങ് എന്താണ്? ടു കംഫോർട്ട്, അതായത് ആശ്വസിപ്പിക്കുക. എന്താണ് മീനിങ്? കംഫോർട്ട്. അടുത്ത വാക്കാണ് ബെഗ്. ബെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഹംബ്ലി, അതായത് ടു ആസ്ക് ഹംബ്ലി. മീനിങ് എന്താണ്? യാചിക്കുക. അടുത്ത വാക്ക് എന്താ മക്കളെ? അഡ്രസ്. അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൊക്കേഷൻ അല്ലെങ്കിൽ വിലാസം. അപ്പം നമ്മളിപ്പം 10 വാക്കുകൾ ടീച്ചർ പറഞ്ഞു, അതിൻ്റെ മീനിങ്ങും പറഞ്ഞു, ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഒന്നും കൂടി ടീച്ചർ ഇതെല്ലാം തുടക്കം തൊട്ട് പറയാം. നിങ്ങൾ ഈ 10 വാക്കുകളും എഴുതി അതിൻ്റെ മീനിങ്ങുകളും പഠിക്കണം കേട്ടോ. അപ്പം നമ്മൾ പഠിച്ച വാക്കുകൾ ഒന്നും കൂടി പറയുവാണ്. നമ്മളിത് എന്താ പഠിക്കുന്ന? വൊക്കാബുലറി. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ മീനിങ്. സംശയമുണ്ടോ ആർക്കെങ്കിലും? അപ്പം അഡ്മിറ്റ് ഒന്നാമത്തെ വാക്കാണ്. അഡ്മിറ്റ്, ടു എഗ്രി. അവാർഡ്, പ്രൈസ്. ബാക്ക്യാർഡ്, ഏരിയ ബിഹൈൻഡ് എ ഹൗസ്. അടുത്തതാണ് ബ്രേവറി. ബ്രേവറി മീൻസ് കറേജ്. അടുത്ത വാക്കാണ് കാം എന്ന് പറഞ്ഞാൽ പീസ്ഫുൾ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ വാക്കാണ്. ഇത്രയും വാക്കുകൾ പറഞ്ഞു. അഡ്മിറ്റിന്റെ വാക്ക് എന്താണ് ഒന്ന് പറഞ്ഞേ? ടു എഗ്രി. അടുത്ത വാക്ക് ബ്രേവറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്പം പറഞ്ഞേ. ബ്രേവറി, കറേജ്, അതായത് ധൈര്യം. ഓക്കെ, അടുത്ത ഇച്ചിരി ചോദിക്കട്ടെ. ബാക്ക്യാർഡിന്റെ മീനിങ് എന്താ മക്കളെ? ബാക്ക്യാർഡ് എല്ലാവരും പറഞ്ഞേ. ബാക്ക്യാർഡ് എന്ന് പറഞ്ഞാൽ
ഏരിയ ബിഹൈൻഡ് എ ഹൗസ്. ഓക്കെ അല്ലേ എല്ലാവർക്കും? അടുത്ത വാക്ക് എമർജൻസി. എമർജൻസി എന്താണ് മക്കളെ ഒന്ന് പറഞ്ഞേ? എമർജൻസിയുടെ മീനിങ് ആണ് അർജന്റ് സിറ്റുവേഷൻ. ഉറക്കെ പറ, അർജന്റ് സിറ്റുവേഷൻ. ഈ എമർജൻസി എങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്? എന്താണ് എൻ്റെ മീനിങ്? അടിയന്തിരാവസ്ഥ. ഒന്ന് പറഞ്ഞേ, അടിയന്തിരാവസ്ഥ. അടുത്ത വാക്കാണ് കുക്കീസ്. കുക്കീസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സ്വീറ്റ് സ്നാക്സ്. എന്താണ്? സ്വീറ്റ് സ്നാക്സ്, അതായത് ബിസ്ക്കറ്റ്. പിന്നെ പറയേണ്ട വാക്ക് കൺസോൾ. കൺസോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കംഫോർട്ട്. അടുത്ത വാക്ക് എന്താണ്? ബെഗ്. ടു ആസ്ക്. ഹംപ്ലി, യാചിക്കുക. അടുത്ത വാക്കാണ് അഡ്രസ്. അഡ്രസ്സിന്റെ മീനിങ് എന്താണ്? ലൊക്കേഷൻ അല്ലെങ്കിൽ വിലാസം. അപ്പൊ എല്ലാവർക്കും ഈ 10 വാക്കുകളും മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും ഇത് പറയുക, എഴുതി വ്യക്തമായിട്ട് പഠിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ലെസണിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഫസ്റ്റ് സെക്ഷൻ. ഓക്കെ, വേർഡ് മീനിങ്സും ഒക്കെ പഠിക്കണം. ഇനി നമ്മൾക്ക് അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് വേറൊരു ഗ്രാമർ എന്ന സെക്ഷനിലോട്ട് പോകാം. അതായത് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും എനർജറ്റിക് ആയിട്ടിരിക്കുമല്ലേ? അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നതാണ്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ് നെയ്മിങ് വേർഡ്സ്. എന്താണ് നെയ്മിങ് വേർഡ്സ്? അറിയാമോ നിങ്ങൾക്ക്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നെയ്മിങ് വേർഡ്സ് എന്താണ് അറിയോ? നെയ്മിങ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ പേരായ ശബ്ദങ്ങൾ, എന്തിനേയും പേര് വരുന്ന എല്ലാ ശബ്ദങ്ങളെയും അതിന് നമ്മൾ പറയുന്നതാണ് പേരായ ശബ്ദങ്ങളെയെല്ലാം പറയുന്ന വാക്കാണ് നെയ്മിങ് വേർഡ്സ്. അതായത് ടീച്ചർ ഒന്നും കൂടി പറഞ്ഞു തരാം. നമ്മൾക്ക് എല്ലാവർക്കും പേരുകളുണ്ട്. നമ്മൾക്ക് ഓരോ പേരുകളുണ്ട് അല്ലേ? നമ്മളുടെ ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ദിൽന, ഐസക് ഇല്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേരുണ്ട്. നിങ്ങളുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ചേച്ചിയുടെ പേര്, ചേട്ടൻ്റെ പേര്, അപ്പൂപ്പൻ്റെ, അമ്മൂമ്മൻ്റെ, അങ്ങനെ എല്ലാവരുടെയും ഫ്രണ്ട്സ്, ഇങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് പേരുണ്ട്. അങ്ങനെ ആ പേരുകൾ വരുന്നതിന് നമ്മൾ പറയുന്നതാണ് നെയ്മിങ് വേർഡ്സിൽ വരുന്നതാണ് നെയിംസ്. അടുത്തത് പറയുന്നതാണ് സ്ഥലങ്ങൾ അല്ലെങ്കിൽ പ്ലേസസ് അല്ലേ? നമ്മുടെ ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഒരുപാട് പ്ലേസുകൾ പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെ നമ്മൾ ആദ്യമേ വൊക്കാബുലറി പഠിച്ചൊരു പ്ലേസ് ഉണ്ട്. എന്താന്ന് പറഞ്ഞേ? നമ്മളൊരു വാക്ക് നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? ബാക്ക്യാർഡ്. അതായത് ബാക്ക്യാർഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ബാക്ക്യാർഡ് എന്ന് പറഞ്ഞാൽ എന്താ ടീച്ചർ നേരത്തെ പറഞ്ഞു? നമ്മുടെ പിന്നിലെ മുറ്റം. അതൊരു സ്ഥലമല്ലേ നമ്മുടെ വീട്ടിലെ? അതുപോലെ തന്നെ ലിവിങ് റൂം, അതുപോലെ കിച്ചൺ, ഡൈനിങ് റൂം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇനി നമ്മുടെ സ്ഥലങ്ങളുടെ പേര് ഇപ്പം നമ്മളുടെ സ്റ്റേറ്റ് കേരളം, ഇന്ത്യ, അങ്ങനെ ഓരോരോ കാര്യങ്ങളില്ലേ? ഇതിനെല്ലാം നമ്മൾ പറയുന്ന ഏതാണ്? പ്ലേസസ് വരും. അടുത്തത് പറയുന്ന തിങ്സ്, സാധനങ്ങൾ അല്ലേ? നമ്മൾക്ക് ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചൊരു സാധനമാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ നേരത്തെ വൊക്കാബുലറി പഠിച്ചൊരു വാക്കാണ്. എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ എല്ലാവരും. ഒന്ന് ആലോചിച്ചേ. കുക്കീസ് അല്ലേ? കുക്കീസ് എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് അല്ലേ? അതുപോലെ നമ്മുടെ കയ്യിരിക്കുന്ന പെന്ന്, ബുക്ക്, ചെയർ, അങ്ങനെ എല്ലാം തിങ്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ വരും. കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആ ഒരു വിഭാഗത്തിൽ വരും. അപ്പം നമുക്ക് പഠിക്കേണ്ട എന്താ? ഇപ്പം ടീച്ചർ പറഞ്ഞ എന്താണ്? നെയ്മിങ് വേർഡ്സ്. അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഏതെങ്കിലും ഒരു വേർഡ് കാണും. അപ്പം നിങ്ങളോടത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അപ്പം നിങ്ങൾ അറിയണം. അപ്പം മക്കൾക്ക് മനസ്സിലായോ? നെയ്മിങ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പേരുകൾ വരും, സ്ഥലങ്ങൾ വരും, സാധനങ്ങൾ വരും. അതിനുള്ള എക്സാമ്പിളാണ് ടീച്ചർ ഇവിടെ കൊടുത്തേക്കുന്നത്. ദിൽന, ഐസക്, ബാക്ക്യാർഡ്, ലിവിങ് റൂം, കുക്കീസ്. ഇതിങ്ങനെ കുറച്ച് എക്സാമ്പിൾ ഇപ്പോൾ ടീച്ചർ തന്നേക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയട്ടെ? നിങ്ങളുടെ ബുക്കിൻ്റെ അകത്ത് ഈ ഓരോ കാര്യങ്ങൾക്കും ഉള്ള നിങ്ങൾ ഒരുപാട്, അതായത് നെയിംസ് നിങ്ങൾക്ക് അറിയാവുന്ന നെയിമുകളെല്ലാം എഴുതുക. പിന്നെ പ്ലേസസ്, നിങ്ങൾക്ക് അറിയാവുന്ന പ്ലേസസ് ഒക്കെ എഴുതുക. തിങ്സ്, നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങളുടെ എല്ലാം പേര് എഴുതുക. അപ്പം നിങ്ങൾക്കിത് ഓക്കെ ആവും. ടീച്ചർ ഈ പറഞ്ഞത് കൂടാതെ നിങ്ങൾ സ്വന്തമായിട്ട് കുറേ അധികം എക്സാമ്പിളുകൾ കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾ നെയ്മിങ് വേർഡ്സ് എല്ലാം പഠിച്ചു. പേരായ ശബ്ദങ്ങളെയാണ് നെയ്മിങ് വേർഡ്സ് എന്ന് പറയുന്നത്. അത് ആ പേരുകൾ വരുന്നത് ഓരോ വ്യക്തികളുടെ പേരുകൾ വരാം, സ്ഥലങ്ങളുടെ പേര് വരാം, സാധനങ്ങളുടെ പേര് വരാം. ഓക്കെ, നെയിംസ്, പ്ലേസസ്, തിങ്സ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും ചെയ്യുമല്ലോ. എല്ലാവരും ഇപ്പം തന്നെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ബുക്കിലോട്ട്
ഈ ഒരു കോളം ബോക്സ് വരച്ചിട്ട് നെയിംസ്, പ്ലേസസ്, തിങ്സ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഓരോന്നിൻ്റെ ഉള്ള എക്സാമ്പിൾ ഇന്ന് തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, ചെയ്യുമല്ലോ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് എന്താണ്? അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാ പഠിച്ചേ? ഒന്നും കൂടി പറഞ്ഞേ. എന്തൊക്കെയാ പഠിച്ചത്? ആദ്യം വൊക്കാബുലറി പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? നെയിമിംഗ് വേർഡ്സ് പഠിച്ചു അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്ഷൻ വേർഡ്സ് അല്ലേ? എന്താണ് ആക്ഷൻ? അതിൽ തന്നെ ഉണ്ട് അല്ലേ ആക്ഷൻ. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അല്ലേ? നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യുന്നത് അറിയാവോ? ഒന്ന് പറഞ്ഞേ എല്ലാവരും. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ദിവസം ചെയ്യുന്നത്? നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആദ്യം തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം അല്ലേ? പ്ലേയിങ് അല്ലേ? അപ്പം ആക്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം നമ്മൾ ആക്ഷൻ വേർഡ്സ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പം ആക്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പ്ലേയിങ്, പിന്നെന്താണ്? സ്ലീപ്പിംഗ്, റൈറ്റിംഗ്, റണ്ണിങ്, ജമ്പിങ്. മനസ്സിലായോ? അപ്പം എന്തൊക്കെയാണ് ആക്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത്? പ്ലേയിങ്, റണ്ണിങ്, ഈറ്റിംഗ്. കണ്ടോ? പിന്നെന്താണ്? വാക്കിംഗ്. ടീച്ചർ കുറച്ച് എക്സാമ്പിൾ എഴുതാവേ. വാക്കിംഗ്, പിന്നെന്താണ്? റൈറ്റിംഗ്. മനസ്സിലായോ? ഇതെല്ലാം ആണ് ആക്ഷൻ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു ജോലി ടീച്ചർ തരാൻ പോവാണ്. നെയിമിംഗ് വേർഡ്സ് എഴുതുന്നത് പോലെ തന്നെ നിങ്ങൾ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നു, ഇതിനെല്ലാം പറ്റി നിങ്ങളൊരു ആക്ഷൻ വേർഡ്സ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഇതുപോലെ ടീച്ചർ തന്നേക്കുന്ന പോലെ എക്സാമ്പിൾ എഴുതണം. ചെയ്യുമല്ലോ? ഇന്ന് തന്നെ ചെയ്യണം. അപ്പം എന്തൊക്കെയാണ് ആക്ഷൻ വേർഡ്സ്? നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്ഷൻ വേർഡ്സ്. അപ്പം ആക്ഷൻ വേർഡ്സ് എന്തൊക്കെയാണ്? പ്ലേയിങ്, റണ്ണിങ്, ഈറ്റിംഗ്, വാക്കിംഗ്, റൈറ്റിംഗ്, ഡ്രിങ്കിങ്. അങ്ങനെ ഒരുപാട് ആക്ഷൻ വേർഡ്സുകളുണ്ട്. അപ്പോൾ മക്കളെ, നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ബുക്കിൽ ഇത് എഴുതണം കേട്ടോ. ആരും ചെയ്യാതിരിക്കരുത്. ഇതെല്ലാം എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്താണ്? നമ്മുടെ LSSന്റെ പരീക്ഷയ്ക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് അവിടെ ചോദിക്കും റൈറ്റ് ആക്ഷൻ വേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്കൊരു സെൻറ്റൻസ് തരും. സെൻറ്റൻസ് തന്നിട്ട് അതിൻ്റെ അകത്ത് ആക്ഷൻ വേർഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറയും. ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ മക്കൾക്ക് ഇപ്പം മനസ്സിലായല്ലോ, തെറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്? ഒന്നും കൂടി ടീച്ചർ പറയാം. 10 വാക്കുകളുടെ മീനിങ് പഠിച്ചു, അത് കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ നമ്മൾ പഠിച്ചു നെയിമിംഗ് വേർഡ്സ് എന്താണെന്ന് പഠിച്ചു, അതിന്ന് എഴുതണം. അടുത്ത് നമ്മൾ പഠിച്ചതാണ് ആക്ഷൻ വേർഡ്സ്. മക്കളെ, ആക്ഷൻ വേർഡ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമുക്കിനി പരീക്ഷയ്ക്ക് നമുക്ക് എങ്ങനെ ചോദ്യം വരുന്നതെന്ന് നമുക്ക് പഠിക്കണ്ടേ? ഇപ്പം നമ്മൾ കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യങ്ങൾ വരും? നമുക്ക് ഫുൾ മാർക്ക് മേടിക്കണ്ടേ? നമുക്ക് എല്ലാവർക്കും LSS കിട്ടണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് നമ്മൾ പഠിക്കണം. നമ്മളിപ്പം ടീച്ചർ പറയാം, ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു രീതിയിലുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. നമുക്ക് പറയട്ടെ? എല്ലാവരും ഓക്കെ അല്ലേ? നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടീച്ചർ വായിക്കാം. The lady asked, "Where is your father?" Dilna replied, "He is working abroad." Here, abroad means, കണ്ടോ ടീച്ചർ അത് വേറൊരു ലെറ്ററിലാണ് തന്നേക്കുന്നത്. എന്താണ്? എബ്രോഡ്. കണ്ടോ? എബ്രോഡ് ഒരു പുതിയ വാക്കാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ലേഡി ആസ്ക്ഡ്. ആ ലേഡി ചോദിക്കുവാണ്, വെർ ഈസ് യുവർ ഫാദർ? നിങ്ങളുടെ ഫാദർ എവിടാ? നിന്റെ അച്ഛൻ എവിടാണ്? അപ്പൊ ദിൽന പറയുവാണ്, എന്താ ദിൽന പറയുന്നത്? ഹീ ഈസ് വർക്കിംഗ് എബ്രോഡ്. അദ്ദേഹം എബ്രോഡിൽ വർക്ക് ചെയ്യുവാണ്. അപ്പൊ ഈ എബ്രോഡ് എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം വന്നില്ലേ? എന്താണ് എബ്രോഡ്? അപ്പം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം, ഒരു പുതിയൊരു വാക്കാണ് എബ്രോഡ്. മനസ്സിലായോ? നമ്മൾ നേരത്തെ കുറേ വേർഡ് മീനിങ് പഠിച്ചു ഇല്ലേ? അപ്പം നമ്മളപ്പം എഴുതിയിട്ടില്ലായിരുന്നു ഈ വേർഡ് മീനിങ്. അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്ന മക്കളെ എബ്രോഡിൻ്റെ മീനിങ് എന്താണ്. നിങ്ങൾ ഒന്നും പേടിക്കണ്ട, ഒട്ടും പേടിക്കണ്ട. എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച വൊക്കാബുലറിയുടെ കൂടത്തിൽ ഈ വൊക്കാബുലറിയും കൂടി അങ്ങ് എഴുതി വെക്കണം. അതായത് വേർഡ് മീനിങ്ങിൻ്റെ അർത്ഥമാണ് മക്കളെ നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ കണ്ട് എല്ലാവരും പേടിച്ചു പോയോ? ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കണ്ട, സിമ്പിളാണ്. നമുക്ക് ആ എബ്രോഡ്, ദിൽനയുടെ ഫാദർ എബ്രോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ആ എബ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോ ഒരു വലിയൊരു കമ്പനിയാണോ അല്ലെങ്കിൽ എന്താ സ്ഥലമാണോ? അല്ല,
അപ്പോൾ എന്താണ് നമ്മൾ ടീച്ചർ അതിൻ്റെ ഉത്തരം പറഞ്ഞുതരാം. ഇനി നിങ്ങൾ ഒരിക്കലും മറക്കല്ല. നിങ്ങളുടെയൊക്കെ മിക്ക അച്ഛന്മാരും എബ്രോഡിൽ ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ഈ വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് ആ വാക്ക് ഒരിക്കലും മറക്കരുത്. ഇനി മറക്കത്തുമില്ല. ടീച്ചർ പറഞ്ഞുതരാം. എബ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിൻ കൺട്രി. കണ്ടോ? ഒരു ഫോറിൻ രാജ്യം, അതായത് വിദേശ രാജ്യം. നമ്മുടെ രാജ്യം ഏതാണ് പറഞ്ഞേ? നമ്മുടെ രാജ്യം ഇന്ത്യ. അപ്പോൾ ഇന്ത്യ അല്ലാതെ ഒരുപാട് രാജ്യങ്ങൾ നമുക്കുണ്ടല്ലോ. അപ്പോൾ അതുപോലെ വിദേശത്ത് വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോറിൻ. അപ്പോൾ ദിൽനയുടെ ഫാദർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഫോറിനിലാണ് അല്ലേ? ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഫോറിനിലാണ്. അപ്പോൾ എബ്രോഡിന്റെ മീനിങ് എന്താ മക്കളെ? ഫോറിൻ കൺട്രി. ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച വൊക്കാബുലറിയുടെ കൂട്ടത്തിൽ ഈ വൊക്കാബുലറിയും കൂടെ എഴുതി വെക്കണം. എഴുതുമല്ലോ? അപ്പോൾ ഒന്ന് മനസ്സിലായോ? ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരുന്നത്. മനസ്സിലായേ? ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ സെന്റൻസ് ആണിത്. അപ്പം എന്താണ്? ഉറക്കെ പറഞ്ഞ എബ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിൻ കൺട്രി. എബ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഫോറിൻ കൺട്രി. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം പറയട്ടെ. ദിൽന ട്രൈ ടു കൺസോൾ ഐസക്. ദ വേർഡ് കൺസോൾ നമ്മൾ പഠിച്ച വാക്കാണ് കൺസോൾ. എന്താ മക്കളെ? ഇപ്പൊ എല്ലാവരും ഉത്തരം പറഞ്ഞില്ലേ? പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. കൺസോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കംഫർട്ട്. നമ്മൾ പഠിച്ച വാക്കാണ് കംഫർട്ട്. കണ്ടോ? നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് കണ്ടോ? എന്താണ്? ദിൽന ട്രൈ ടു കൺസോൾ ഐസക്. ദ വേർഡ് കൺസോൾ മീൻസ്. അതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്താ മക്കളെ? കൺസോളിന്റെ അർത്ഥം എന്താ? കംഫർട്ട്. ഇപ്പൊ കണ്ടോ? നമ്മൾ നേരത്തെ പഠിച്ച വൊക്കാബുലറി പരീക്ഷയ്ക്ക് എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ അല്ലേ? സന്തോഷമായില്ലേ? എല്ലാവർക്കും ഇത് അറിയാവുന്നവരല്ലേ? എല്ലാവരും ഉത്തരം പറഞ്ഞില്ലേ? അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് പോകാം. അടുത്ത ചോദ്യം വീണ്ടും. ദിൽന ഡയൽഡ് 101. ഇത് നമ്പറാണ് 101. ദ ഹെൽപ്പ് ലൈൻ നമ്പർ. കണ്ടോ? ദിൽന ഡയൽഡ് 101. ഫോൺ എടുത്ത് 101 ദിൽന ഡയൽ ചെയ്തു. അപ്പം അതൊരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് അല്ലേ? നമുക്കെല്ലാം നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛന് നമ്പറുണ്ട്, അമ്മയ്ക്ക് നമ്പറുണ്ട്, ചേട്ടനോ ചേച്ചിക്കും ഒക്കെ മൊബൈൽ നമ്പറുണ്ട്. കണ്ടോ? ഇതിൻ്റെ അത് 101 നമ്പറിലോട്ട് ദിൽന വിളിച്ചു എന്നാണ് പറയണത്, ഡയൽ ചെയ്തു. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് അതൊരു ഹെൽപ്പ് ലൈൻ നമ്പറാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സഹായം അല്ലെ? ഒരു സഹായത്തിന് വേണ്ടി വിളിച്ചേക്കുവാണ് അല്ലേ? അപ്പം ഈ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറഞ്ഞാൽ, ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ പറയുന്നത്? കണ്ടോ? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. നമുക്കൊരു എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ടു അർജന്റ് അല്ലേ? അർജന്റ് സിറ്റുവേഷനല്ലേ നമ്മൾ പഠിച്ചത്. അപ്പം എമർജൻസി കോണ്ടാക്ട് നമ്പർ. അതായത് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഭയങ്കരമായ ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു അത്യാവശ്യ സമയത്ത് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഹെൽപ്പ് ലൈൻ നമ്പറാണ് എന്താ? 101 അല്ലേ? 101 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് ആര് വിളിച്ചു? ദിൽന ഫോൺ ചെയ്തു അല്ലേ? ദിൽന ഫോൺ ചെയ്തപ്പം ആ നമ്പർ, അതായത് ഹെൽപ്പ് ലൈൻ എന്നുള്ള വാക്ക് എന്താണെന്നാണ് മക്കളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഹെൽപ്പ് ലൈനിന്റെ വാക്ക് എന്താണ്? ആൻ എമർജൻസി കോണ്ടാക്ട് നമ്പർ. നമ്മൾ എമർജൻസി ആയിട്ടിരിക്കുന്ന സമയത്ത് വിളിക്കുന്ന നമ്പർ, കോണ്ടാക്ട് ചെയ്യുന്ന നമ്പറാണ് എന്തെന്ന് പറഞ്ഞത്? ഹെൽപ്പ് ലൈൻ. അപ്പൊ ഹെൽപ്പ് ലൈനിന്റെ മീനിങ് നിങ്ങൾ ആദ്യം പഠിച്ച വൊക്കാബുലറിയുടെ കൂട്ടത്തിൽ എഴുതി ചേർക്കുമല്ലോ. എന്താണ് ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ആൻ എമർജൻസി കോണ്ടാക്ട് നമ്പർ. ഒന്നുകൂടി പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ആൻ എമർജൻസി കോണ്ടാക്ട് നമ്പർ. ഓക്കെ. അടുത്ത നമുക്ക് പഠിക്കാൻ പോകുന്നത്, എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? എല്ലാവരും വ്യക്തമായിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ഓരോ ക്വസ്റ്റ്യനും എഴുതിയിട്ട് സ്വന്തമായിട്ട് ആൻസർ ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 4ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഐസക് ഷൗട്ടഡ് മോം എ സിനോണിം ഫോർ ഷൗട്ടഡ്. ഇത് പുതിയൊരു വാക്ക് അല്ലേ? സിനോണിം. എന്താ മക്കളെ സിനോണിം എന്ന് പറഞ്ഞാൽ? സിനോണിം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? ഇതൊന്നുമില്ല, വളരെ എളുപ്പമാണ്. സിനോണിം എന്ന് പറഞ്ഞാൽ ഈ ഷൗട്ടഡ് അല്ലേ? ഷൗട്ടഡ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ സിനോണിം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്തുവാന്ന് ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ആദ്യം പഠിച്ചില്ലേ വൊക്കാബുലറി മീനിങ്, അതേ സെയിം മീനിങ് ആണ് സിനോണിം. അപ്പോൾ സിനോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? മീനിങ് എഴുതുക, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ പരീക്ഷയ്ക്ക് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പം നമ്മൾ പഠിക്കണം. ഡയറക്റ്റ് റെഫേഴ്സ് എന്നോ അല്ലെങ്കിൽ മീനിങ് എന്നോ ഒന്നും ചോദിക്കത്തില്ല. സിനോണിം എന്ന് ചോദിച്ചാൽ മക്കൾ എന്തോ ഒരു കൺഫ്യൂഷൻ, അയ്യോ ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കരുത്. ഇനി നിങ്ങൾക്ക് എന്താണ്?
സിനോണിം എന്ന് ചോദിച്ചാൽ ആ വാക്കിന്റെ അർത്ഥം എഴുതുക. അപ്പൊ സിനോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന വാക്കിന്റെ അർത്ഥം എഴുതുക. സെയിം മീനിങ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ എല്ലാവർക്കും ഇപ്പൊ തന്നെ കിട്ടിയില്ലേ? അപ്പം ഷൗട്ടഡ് പുതിയൊരു വാക്കാണ്. ഐസക് ഷൗട്ടഡ് മോം എ സിനോണിം ഫോർ ഷൗട്ടഡ്. അപ്പൊ ഷൗട്ടഡിന്റെ സിനോണിം ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഷൗട്ടഡിന്റെ സിനോണിം ആണ് എൽഡ്. മനസ്സിലായി? ഇതൊരു പുതിയ വാക്കാണ്. ഷൗട്ടഡ് എൽഡ്. ഷൗട്ടഡ് എൽഡ് എന്താണ്? ഷൗട്ടഡ് എൽഡ്. ഷൗട്ടഡ് എന്ന് പറഞ്ഞാൽ ഒച്ച വെച്ചു, ബഹളം വയ്ക്കുക എന്നൊക്കെ പറയത്തില്ല, അലറുക എന്ന് പറയത്തില്ലേ? അതിന്റെ സെയിം മീനിങ് ആണ് എൽഡ്. ഇനി സിനോണിം എന്നല്ല, വാട്ട് ഈസ് ദ മീനിങ് ബൈ ഷൗട്ടഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെഴുതും? എൽഡ്. ഓക്കെ, പഠിച്ചില്ലേ നിങ്ങള്? മനസ്സിലായോ മക്കളെ? അപ്പൊ നമുക്ക് ഒന്നും കൂടി ഈ ക്വസ്റ്റ്യൻ എല്ലാം നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്നും കൂടി നോക്കുവാണ്. The lady asked where is the father? Dilna replied he is working abroad. അപ്പൊ എബ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഫോറിൻ കൺട്രി. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ച പുതിയ വാക്കാണ് എബ്രോഡ്, ഫോറിൻ കൺട്രി. ഓക്കെ, അടുത്തതാണ് കൺസോൾ. ദിൽന ട്രൈ ടു കൺസോൾ ഐസക്. കൺസോൾ മീൻസ് എന്താ മക്കളെ? കംഫോർട്ട്. അടുത്ത വാക്കാണ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദിൽന ഡയൽ 101. ദ ഹെൽപ്പ് ലൈൻ നമ്പർ. ഹെൽപ്പ് ലൈൻ റെഫേഴ്സ് ടു എന്താണ്? ആൻ എമർജൻസി കോണ്ടാക്ട് നമ്പർ. എന്താണ് ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞാല്? ആൻ എമർജൻസി കോണ്ടാക്ട് നമ്പർ. അടുത്ത വാക്കാണ് ഐസക് ഷൗട്ടഡ് മോം എ സിനോണിം ഫോർ ഷൗട്ടഡ്. ഷൗട്ടഡിന്റെ സിനോണിം എന്താ മക്കളെ? എൽഡ്. നമ്മൾ പഠിച്ചു എൽഡ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? എല്ലാവരും ഒന്ന് തുടക്കം തൊട്ട് ബുക്കിലൊന്ന് നോക്കിക്കേ. എന്തൊക്കെയാണ് നമ്മൾ ആദ്യം പഠിച്ചത്? എന്താണ്? വൊക്കാബുലറി. എന്താണ് വാക്കൊന്ന് പറഞ്ഞേ? വൊക്കാബുലറി. നമ്മളിപ്പോൾ പഠിക്കുന്ന ചാപ്റ്റർ ഏതാണ്? ബിയോണ്ട് ഫിയർ. അതിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചതാണ് വൊക്കാബുലറി. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ എന്താണ്? മീനിങ്. ആദ്യത്തെ വാക്ക് പഠിച്ചു. എന്നോട് പറഞ്ഞ ഒന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് നോക്കിക്കേ, എല്ലാവരും ഓർക്കുന്നുണ്ടോ എന്ന് നോക്കി. അഡ്മിറ്റ്, ടു എഗ്രി സമ്മതിക്കുക. അവാർഡ്, പ്രൈസ് പുരസ്കാരം. ബാക്ക്യാർഡ്, എന്താ ബാക്ക്യാർഡ്? ഏരിയ ബിഹൈൻഡ് എ ഹൗസ്. അടുത്ത എന്താണ്? ബ്രേവറി. ബ്രേവറി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കറേജ്, ധൈര്യം. അടുത്തത് കാം. കാം പീസ്ഫുൾ. എൻ്റെ അർത്ഥം എന്താണ്? ശാന്തമായ. അടുത്ത കുക്കീസ്, സ്വീറ്റ് ബിസ്ക്കറ്റ് അല്ല സ്വീറ്റ് സ്നാക്ക്, അതായത് ബിസ്ക്കറ്റ്. അപ്പോൾ കുക്കീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വീറ്റ് സ്നാക്സ്, അതായത് ബിസ്ക്കറ്റ്. എമർജൻസി, അർജന്റ് സിറ്റുവേഷൻ. അടുത്ത വാക്കാണ് എന്താണ്? എമർജൻസി സിറ്റുവേഷൻ. അതിന്റെ മലയാളം വാക്ക് എന്താ മക്കളെ? ഒന്ന് പറഞ്ഞേ. അടിയന്തരാവസ്ഥ. കൺസോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കംഫോർട്ട്, ആശ്വസിപ്പിക്കുക. അടുത്ത വാക്കാണ് ബെഗ്. ബെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ആസ്ക് ഹംബ്ലി, അതായത് യാചിക്കുക. അടുത്ത വാക്കാണ് അഡ്രസ്. അടുത്താണ് ലൊക്കേഷൻ. അപ്പം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ടീച്ചർ 2-3 ഹോംവർക്ക് തന്നിട്ടുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് അത് ചെയ്യണം. എന്താണ്? വേർഡ് മീനിങ് വൃത്തിയായിട്ട് എഴുതണം. അടുത്തത് എന്താ പറഞ്ഞത്? നെയിമിംഗ് വേർഡ്സ്. ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. അടുത്ത എന്താ പറഞ്ഞത്? ആക്ഷൻ വേർഡ്സ്. ആക്ഷൻ വേർഡ്സുകൾ നിങ്ങൾ കിട്ടാവുന്ന അത്രയും ആക്ഷൻ വേർഡ്സുകൾ നിങ്ങൾ എഴുതണം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ച വേർഡ്, ഈ വേർഡ് മീനിങ് ഒക്കെ നമ്മുടെ ആദ്യത്തെ വൊക്കാബുലറി എഴുതുന്നതിൻ്റെ അകത്തോട്ട് എഴുതി ചേർക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമ്മളെല്ലാവരും LSSന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമല്ലേ? അപ്പം നന്നായിട്ട് പഠിച്ച് നല്ലതുപോലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. നിങ്ങൾ വായിച്ചിട്ട് ടീച്ചർ തന്ന വേർഡ് മീനിങ് പഠിക്കണം. ഇന്ന് തന്ന ഹോംവർക്കുകളെല്ലാം ചെയ്യണം. എല്ലാവരും ചെയ്യുമല്ലോ? എല്ലാവരും ചെയ്ത് വെക്കണം. അടുത്ത ക്ലാസ്സിൽ ടീച്ചർ കുറച്ചധികം എക്സാമ്പിൾസ്, പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? എല്ലാവരും നന്നായിട്ട് പഠിക്കണം. നല്ല രീതിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.